ഹായ് നിമ്മി. ഹായ് ഹേമ, എന്തൊക്കെയുണ്ട് വിശേഷം? 2 ദിവസമായിട്ട് തന്റെ കോളെന്താ വരാത്തതെന്ന് കരുതിയിരിക്കായിരുന്നു. നല്ല കക്ഷിയാ. എപ്പോഴും ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതല്ലേ അതിന്റെ ഒരു പതിവ്. ഇന്നലെ ഈവനിങ്ങില് നീ എന്തായാലും വരുന്നു കരുതി. വരണം പറഞ്ഞു പറ്റിക്കല്ലേ നീ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആ, പിള്ളേര് 2 എക്സാം തീർന്നതിന്റെ സെലിബ്രേഷനിലാ ഇവിടെ. വീട് തലകീഴായി വെക്കുന്ന മട്ടുണ്ട്. അരുൺ, അത് പൊട്ടിക്കരുന്നല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്? എന്തായാലും സ്കൂള് തുറക്കുന്നവരെ നിനക്ക് നല്ല ജോലിയാവൂല്ലേ? ശരിക്കും ബുദ്ധിമുട്ടാണ് മോളെ. പിന്നെ ബിജു എന്ത് പറയുന്നു? ഓഫീസിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ ഓണം പർച്ചേസ്. പേഴ്സ് കാലിയാതിന്റെ വിഷമത്തിലാ പുള്ളിക്കാരൻ. പിന്നെ എന്താ നിന്റെ ഓണം പ്രോഗ്രാം ഒക്കെ? ഓണം ഹേമ, നമുക്ക് നേരിൽ കാണുമ്പോ പറയാം ബാക്കി വിശേഷമൊക്കെ. ഞാൻ വെക്കട്ടെ? ഓണത്തിന് എന്താ നിന്റെ പരിപാടി? ഒന്നുമില്ല, വീട്ടിൽ തന്നെ കുറ്റി അടിച്ചിരിക്കാൻ പോവാ. നിനക്ക് ഇവിടെ കൂടരുതോ നിമ്മി? എങ്ങനെയാ ഇവിടെ തനിയെ നിൽക്കുന്നേ? എന്താ അരുൺ, ദേ നോക്കിയാ ഞാൻ അങ്ങോട്ട് വന്നാണ്ടല്ലോ. നീ ഉണ്ടെങ്കില് ഈ പിള്ളേരെ മാനേജ് ചെയ്യാൻ എനിക്കൊരു ഹെൽപ്പും ആവും. ഓണം നമുക്കിവിടെ അടിച്ചു പൊളിക്കാടാ. കുറച്ചു ദിവസം ഒറ്റയ്ക്ക് നിൽക്കേണ്ടത് എന്റെ ഒരു ആവശ്യമാണ്. ഒറ്റയ്ക്ക് നിന്ന് ചെയ്തു തീർക്കേണ്ട കുറച്ച് വർക്കുണ്ട്. ഒറ്റയ്ക്കുള്ള ജീവിതം നിനക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയോ? എന്താ ഇവിടെ ബഹളം? കഴിച്ചു കഴിഞ്ഞാലോ രണ്ടുപേരും? എന്നിട്ട് പോയേ, പോയി കിടന്നുറങ്ങ. ഈ ബിജു ഇവരെ വഷളാക്കുന്നേ. അതെ അതെ. ഇന്നലെ ഭയങ്കര ഷോപ്പിംഗ് ആയിരുന്നു എന്ന് കേട്ടു. കാശൊക്കെ പൊടിച്ച് തീർത്തൂല്ലേ? ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ടായി പോകുന്നതിന്റെ ഓരോ പ്രശ്നങ്ങളാണ്. ഇന്നലെ ശരത്തിനെ കണ്ടിരുന്നു. വല്ലാതെ മദ്യപിച്ച് ഒരു ഹോപ്പ്ലെസ് അവസ്ഥയിൽ. ജീവിതത്തിന്റെ റിയാലിറ്റീസിനെ ഫേസ് ചെയ്യാനുള്ള കഴിവില്ല അവന്. പണ്ടു അവൻ അങ്ങനെ തന്നെ ആയിരുന്നു. ശരിക്കും ഒരു നാട്ടിൻപുറത്തുകാരന്റെ മനസ്സ്. നിമ്മിയൊക്കെ കുറച്ചുകൂടെ ബോൾഡാണ്. അതാ ഇങ്ങനെ പിടിച്ചിരിക്കാൻ കഴിയുന്നത്. അവനെ കൊണ്ടത് പറ്റില്ല. ഈയിടെയൊക്കെ വൈകുന്നേരം ആയാലും ഇങ്ങനെ വല്ലാതെ മദ്യപിച്ച് ബോധമില്ലാതെ. ഓണത്തിനിവിടെ ലോഡ്ജിൽ തന്നെ കൂടാനാ പ്ലാൻ. നാട്ടിൽ പോയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അവന്റെ അമ്മ ഉമേച്ചിയുടെ കൂടെ അങ്ങ് ബോംബെയിലല്ലേ. അമ്മ കൂടി അങ്ങ് പോയതാ കാര്യങ്ങൾ ഇത്ര വഷളാൻ കാരണം. അമ്മ അവന് നല്ല ആശ്വാസമായിരുന്നു. എല്ലാം മറന്നിട്ട് വീണ്ടും ഒന്നായിക്കൂടോ നിങ്ങൾക്ക്? എത്ര നാളാ ഇങ്ങനെ പിണങ്ങി പിരിഞ്ഞ? എന്തായി ശരത്തിനെ ഫോൺ ചെയ്തിട്ട്? അവനിതുവരെ റൂമിലെത്തിയിട്ടില്ല. ഏതെങ്കിലും ബാറിന്റെ മൂലയ്ക്ക് ബോധമില്ലാതെ കിടക്കുന്നുണ്ടാവും. ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് ഹൗ കൻ ഷീ ബി സോ ക്രൂവൽ? ഐ കാന്റ് അഗ്രി വിത്ത് ദാറ്റ്. അത് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നത് ബിജു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടിരുന്നത് ശരത്തിനെ ആയിരുന്നു.
ശരത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു ഒരു റീതിങ്കിങ് ഉണ്ടാകേണ്ടിരുന്നത്. തിങ്ക് ചെയ്യാനുള്ള മനസ്സും ബോധവും ഇല്ലാത്തവനോട് എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം ഹേമേ? അമ്മ പോയപ്പോഴെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സ് ശരത്തിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ കെയർ ചെയ്യേണ്ടതായിരുന്നു. ഇതിപ്പോ ഒന്ന് പറഞ്ഞു മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലായെന്നാ എനിക്ക് തോന്നുന്നേ. അവര് രണ്ടുപേരും അത്രത്തോളം ഡിഫറന്റ് ആയ വ്യക്തികളാണ് ഹേമേ. ശരത്ത് എല്ലാ കാര്യങ്ങളെയും വളരെ ഇമോഷണൽ ആയിട്ടാണ് കാണുന്നത്. ചെറിയ കാര്യങ്ങളിൽ പോലും വല്ലാതെ സെന്റിമെന്റൽ ആയിട്ടാവും പ്രതികരിക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ അവനെ ഇതിന്റെ പേരും പറഞ്ഞ് കളിയാക്കാത്ത ദിവസമില്ല. നേരെ മറിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടികളിൽ ഒരാളാണ് നിമ്മി. പക്ഷെ അവള് വല്ലാതെ സെൻസിറ്റീവ് ആണ് ബിജു. ശരത്ത് എത്രയും ഇമോഷണൽ ആണോ അത്രത്തോളം ഇമോഷണൽ ആണ് നിമ്മിയും. പക്ഷെ ശരത്ത് പ്രതികരിക്കുന്ന രീതിയിലല്ല അവള് പ്രതികരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഈ ബോൾനെസ് അവളടുത്ത് അണിഞ്ഞിരിക്കുന്ന വെറും ഒരു ആവരണ. ഉള്ളിന്റെ ഉള്ളില് ശരത്തിനേക്കാൾ ഏറെ അവൾ ദുഃഖിക്കുന്നുണ്ട്, അതെനിക്കറിയാം. പക്ഷെ അതിന്റെ പേരില് ജീവിതം തകർത്ത് കളയുന്ന ഒരു സാധാരണ പെണ്ണല്ല താനെന്ന് അവൾക്ക് അവളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് പാവ അവൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇങ്ങനെ അധികം മുന്നോട്ട് പോയ ശരത്തിന്റെ കാര്യം Red lights and green lights, it's a go, and it's a good start for pole position man. Just look at him go. Klaus Knowles, number 2, just streams ahead. Ricardo Cirillo in third place, and it's number 45. That's Alex De Angelis. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ഓക്കെ. സി, ഐ ഹാവ് പ്രോബ്ലംസ്. ഇല്ലെങ്കിൽ എനിക്ക് എന്റേതായ വഴി നോക്കേണ്ടി വരും. ആ, അങ്ങനെ തന്നെയാണ്. ഓക്കെ. ആരോടെ ഈ ഫയറിംഗ്? ലീവിന്റെ കാര്യം പ്രശ്നമാകുന്നോ തോന്നുന്നത്. 2 ആഴ്ചക്കല്ലേ, അതാ പ്രോബ്ലം. 2 ആഴ്ചക്കോ? നാട്ടിൽ പോയി കുറേ ദിവസം അമ്മയോടൊപ്പം സ്പെൻഡ് ചെയ്യണ്ടേ, ഒപ്പം ഇരുന്ന് സദ്യ കഴിക്കണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം ഉമേച്ച് പ്രിപ്പയർ ചെയ്ത പോലെ തല്ലിപ്പൊളി സദ്യയൊന്നുമല്ല. നിനക്കറിയില്ലേ, കേരള ഡിഷസിന്റെ കാര്യത്തിൽ അമ്മ ഒരു എക്സ്പെർട്ടാ. ഓണം ഇവിടെ സിറ്റി സെലിബ്രേറ്റ് ചെയ്താ പോലെ ശരത്. സിറ്റിയിലെ ഓണോ? അത് ഒരു ഇലിമിനേറ്റഡ് ഓണം അല്ലേ? ശരിക്കും പറഞ്ഞ ഓണമൊക്കെ എന്റെ നാട്ടിലാ. ഗ്രാമത്തിലെ ഓണത്തിന്റെ ഒരു ഫീൽ, അതെന്താ നിനക്കറിയില്ല. ഞാൻ എങ്ങനെ അറിയാനാ? ഞാൻ ശരിക്കും ഒരു കാൺപൂരുകാരിയല്ലേ. ഞാൻ ജനിച്ചത് അവിടല്ലേ. 5 വയസ്സോട്ട് മദ്രാസ്, 8 to 10 ബാംഗ്ലൂർ. പിന്നെ നിനക്കറിയാലോ, കോളേജ് ലൈഫ് മുഴുവൻ ബോംബെ. പിന്നെ എങ്ങനെയാ ഞാൻ ഗ്രാമത്തിലെ ഓണം കാണാ? മമ്മിയുടെ ഒരു വാശി നിർബന്ധം കാരണം ഞാൻ ഇത്ര സുന്ദരമായിട്ട് മലയാളം പറയുന്ന തന്നെ. ഡാഡിയുടെ ഒരു ലൈൻ എന്താന്ന് നിനക്കറിയില്ലേ? അല്ല, ഞാൻ ആലോചിക്കാ നിമ്മി. എന്ത്? നിന്നെയും മലയാളി എന്നാണല്ലോ വിളിക്കുന്നത്. പോടാ.
യെസ്. Nimi, please come. യെസ് മാം. Yeah. Okay. Okay, I will tell her. Yeah, she is here. Okay. Yes. ആ, നീ അറിഞ്ഞില്ലല്ലോ. സത്യം, നീ അറിഞ്ഞിട്ടില്ല? ആരെങ്കിലും വഴി നിനക്ക് ചിലപ്പോ ഒരു ഹിന്റ് കിട്ടിക്കാണോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ടെൻഷൻ എടുപ്പിക്കാതൊന്ന് പറ ലീനാജി. പേടിക്കണ്ട, ഭയങ്കര ഗുഡ് ന്യൂസാ. നിനക്ക് സന്തോഷം വരുമ്പോ BP കൂടി പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഹലോ, ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറയും. ഓക്കെ. പണിക്കേഴ്സ് ഗ്രൂപ്പിന്റെ ആ ഹോട്ടൽ പ്രോജക്റ്റിന്റെ ഫുൾ ചാർജ് ആർക്കാ കിട്ടാൻ പോകുന്നതെന്ന് നിനക്കറിയോ? നിമ്മി, യു ആർ ഗോയിങ് ടു ഡു ദ പ്രോജക്റ്റ്. കുറെ നാളായിട്ട് നിന്നെ അവര് വാച്ച് ചെയ്യായിരുന്നു. യെസ്, ആ വന്നോളൂ. നീ അസോസിയേറ്റ് ചെയ്ത സകല പ്രോജക്ട്സും നിന്റെ ഔട്ട്ലുക്കും ഒക്കെ അവർ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇങ്ങനൊരു പ്രപ്പോസൽ വെച്ചത്. ഞാനിതൊരു ഭയങ്കര സീക്രട്ടായിട്ട് വെച്ചിരിക്കായിരുന്നു. എങ്ങനെയെങ്കിലും ലീക്ക് ഔട്ട് ആയാൽ റോയി മാമന്റെ വക പാരയുണ്ടാവുമെന്ന് നിനക്കറിയാലോ. ഹലോ, കൊടുത്തു വിട്ടിട്ടുണ്ട്. ആർ യു ഹാപ്പി നിമ്മി? I'm thrilled. I'm really surprised. 29 പണിക്കർ സാർ ഇവിടെ ഉണ്ടാവും. പുള്ളി ഇപ്പൊ ഗൾഫിലാണല്ലോ. ഫണ്ട് റൈസിങ്ങിനുള്ള ഓട്ടോ ആണ്. അത്രയ്ക്ക് ഹ്യൂജ് സംഭവമല്ലേ. 30th കക്ഷി US പോവും. പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും സംസാരിക്കാൻ പുള്ളിക്ക് ഇവിടെ സ്പെയർ ചെയ്യാൻ അധികം ദിവസമില്ല. ആ, മിസ്റ്റർ ഫിലിപ്പ് പോയോ? പോയി മാഡം. ശരി. ഭയങ്കര പാരയാണ്. ആ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 29th നമ്മളിപ്പോ കൂടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 29th എന്ന് പറയുമ്പോ ഓണമാണ്, തിരുവോണം തന്നെയാണ് നിമ്മി. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പുള്ളിയുടെ സൗകര്യം കൂടെ നോക്കണ്ടേ. ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടിയത്, അതും നിനക്ക് കിട്ടിയത് മഹാസംഭവല്ലേ. ടേക്ക് ഇറ്റ് ഈസി മൈ ഡിയർ. ഹലോ ശരത്, എവിടെയായി? ഞാനിതാ എത്തി. ശരത്, പിന്നെ നിനക്ക് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലേക്കുള്ള ഓണം ട്രിപ്പ് മാറ്റി വെക്കേണ്ടി വരും. എന്താ കാര്യം? ശരത്, അത് ഞാൻ നേരി കാണുമ്പോൾ പറയാം. ശരത്, നമ്മളിവിടെ കുറച്ച് പ്രാക്ടിക്കലായേ മതിയാവൂ. നിന്നെ പോലെ റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെ ജീവിതത്തെ അപ്രോച്ച് ചെയ്ത ഇന്നത്തെ കാലത്ത് ജീവിക്കാനാവില്ല. നോക്ക്, എന്റെ കരിയറിൽ കിട്ടാവുന്ന ഗോൾഡൻ ചാൻസ് ആയത്. ഇത് ഞാൻ വേണ്ടെന്ന് വെക്കാന്ന് വെച്ചാ എന്ത് മണ്ടത്തരാന്ന് ആലോചിക്ക്. അവരെന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഹ്യൂജ് പ്രോജക്റ്റ് ഏൽപ്പിക്കുക. ഇത്രയും പെട്ടെന്ന് ആർക്കും കിട്ടാത്തൊരു അച്ചീവ്മെന്റ് ഇത്. അതും പണിക്കേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇന്നത്തെ നമ്പർ 1 ഇൻഡസ്ട്രി ഹൗസുകളിൽ ഒന്നാണ്. അവരുടെ MDയും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ഈ പ്രോജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ എത്തുകയാണ്. ഈ കാര്യം ഞങ്ങളുടെ MD എന്നോട് വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ത്രില്ലടിച്ചു പോയി. കാര്യം അറിഞ്ഞവരെല്ലാം എന്നെ വിളിച്ച് കൺഗ്രാറ്റുലേറ്റ് ചെയ്യായിരുന്നു, ഒരാളൊഴികെ. ആര്? നീ. ഓ, കൺഗ്രാറ്റുലേഷൻസ്, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്.
അപ്പോ ഓണം നമുക്ക് ഇവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാമല്ലേ? സാരമില്ല, രാവിലെയല്ലേ നിങ്ങളുടെ ഡിസ്കഷൻസ്? ഒക്കെ കഴിഞ്ഞ് നീ ഉച്ചയ്ക്ക് വരുമ്പോഴേക്കും ഞാൻ ഒന്നാം തരം സദ്യ ഉണ്ടാക്കി വെച്ചേക്കാം. സോറിടാ. എന്നാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നീ ഒരു മെയിൽ ഷോവനിസ്റ്റ് പിഗാണ്. കേറിയിട്ട് പോവാം സാർ, ഹസ്ബൻഡ് ഉണ്ട്. ഷുവർ. വരൂ സാർ. സാർ, മീറ്റ് മൈ ഹസ്ബൻഡ് ശരത്. ഹലോ. ശരത് പണിക്ക സാർ. ഇരിക്കൂ സാർ, ഞാനിപ്പോ വരാം. ഇരിക്കൂ മിസ്റ്റർ ശരത്. എന്താ ഇങ്ങനെ നിന്ന് വിഷമിക്കുന്നത്? ഇരുന്നോളൂ, ബി കംഫർട്ടബിൾ. Why you so formal? ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? നമ്മളിപ്പോ ലഞ്ച് കഴിച്ചല്ലേ ഉള്ളൂ. ഓണം ശരിക്കും ഞങ്ങളുടെ പ്ലാൻ ശരത്തിന്റെ നാട്ടിൽ പോയിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഈ ഓഫർ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. യു ആർ പ്രാക്ടിക്കൽ. നമ്മൾ ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ പ്രശ്നമാണ് ഇതൊക്കെ. ഓരോ ഫെസ്റ്റിവൽസിന്റെ പേരും പറഞ്ഞ് എത്ര ഹോളിഡേയ്സ് ആണ്, എത്രമാത്രം ലേബർ പൊട്ടൻഷ്യൽ ആണെങ്കിലും നഷ്ടമാകുന്നത്. സത്യം പറഞ്ഞ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ബേസിക് റീസൺ ട്രഡീഷനിലുള്ള താല്പര്യമോ നോസ്റ്റാൾജിയോ ഒന്നും അല്ല. പണിയെടുക്കാൻ വയ്യ, എല്ലാവരും മടിയന്മാരാ. ശരത്ത് വളരെ നോസ്റ്റാൾജിക്കാണ്. പുള്ളി ഒറ്റയ്ക്ക് ഒരു ഓണസദ്യക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുക. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. സാർ അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നോ? നോക്കിക്കളയാം. കൊള്ളാലോ. ഇറ്റ്സ് ലുക്കിംഗ് ഗ്രേറ്റ്. ശരത്ത് പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കൊന്നും ഊഹിച്ചില്ല. Actually, I don't like this type of meals. It looks delicious, but it's too heavy for me.
Oh, enough. Oh, sorry. നിർമ്മല, ഞാൻ ഇറങ്ങുന്നു. ശരത് ഇങ്ങോട്ട് നോക്ക്. നീ എന്ത് ഷോയപ്പ് ഇവിടെ കാണിച്ചത്? ഞാനാണോ ഷോ കാണിച്ചത്? നീ കണ്ടല്ലേ അയാളെന്താ കാണിച്ചതെന്ന്? ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്. നീ എന്താ ഇത്ര ചീപ്പായിട്ട് റെസ്പോണ്ട് ചെയ്തത്? ഷട്ട് അപ്പ്. നീയാണ് ചീപ്പ്. ഞാൻ എന്ത് ചീപ്നെസ് കാണിച്ചു? ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞാനോടൊപ്പം ലഞ്ചിനിരുന്നു. നീ കാണിച്ചതാ ചീപ്നെസ്. അതെന്റെ കാരിയറിനെ എങ്ങനെ അഫക്ട് ചെയ്യാന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതറിഞ്ഞുകൊണ്ട് നീ എന്നെ മനഃപൂർവ്വം ചീറ്റ് ചെയ്യായിരുന്നു അല്ലേ? ഐ നോ യു ആർ ജലസ്. ഡോണ്ട് ടോക്ക് എനിത്തിങ് റബിഷ്. എന്ത് വേണമെങ്കിലും പൊട്ടിച്ചോ. സ്വയം ജസ്റ്റിഫൈ ചെയ്യാൻ ഒന്നുമില്ലാതെ വരുമ്പോ കുറ്റബോധം മറക്കാൻ വേണ്ടി ചെയ്യുന്ന ചീപ്പ് ട്രിക്സ് ഇതൊക്കെ. ശരത്, സാധനങ്ങൾ നശിപ്പിക്കരുത്. ഇത് നിന്റെ മാത്രം വകയൊന്നുമല്ല. എന്റെ വികാരങ്ങളോ പ്രശ്നങ്ങളോ മനസ്സിലാക്കാൻ നീ ശ്രമിച്ചിട്ടില്ല. യു ആർ ഈഗോയിസ്റ്റിക് ആൻഡ് സെൽഫ് സെന്റേർഡ്. കരിയറും ബാങ്ക് ഡെപ്പോസിറ്റാണ് നിന്റെ ആവശ്യമെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? വൈ ഡു റൂയിൻ മൈ ലൈഫ്? ഇപ്പോഴെങ്കിൽ തനിനിറം പുറത്തു വന്നല്ലോ. എന്തായിരുന്നു എന്റെ ഇമേജ് കല്യാണത്തിന് മുമ്പ്? അണ്ടർസ്റ്റാൻഡിംഗ്, ഫെമിനിസ്റ്റിക്, ബ്രോഡ് മൈൻഡഡ്. ഭാര്യയ്ക്ക് തന്നെക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുമോ, തന്നെക്കാൾ പ്രശസ്തിയാകുമോ ഉറക്കം നഷ്ടമാകുന്ന സാധാരണ ഭർത്താവ് തന്നെ നീയും. അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു, സഹിക്കുന്നതിന് മാക്സിമം സഹിച്ചു. എനിക്ക് മടുത്തു. എനിക്ക് അതിനേക്കാൾ മതിയായി. ഇനി ഇങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് പിരിയാം. ESPN presents Know the Game. 2 years ago, Sarajevo could not. നിമ്മി, 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 നിമ്മി.
നിമ്മി രാത്രി മുല്ല വിരിയുന്ന സ്നേഹതീരം കാത്തിരുന്നു തെളിയുന്നു ചന്ദ്രബിംബം സ്നേഹമല്ലോ പൂനിലാവ് നീയറിഞ്ഞ കുഞ്ഞിത്തന്നൽ നിന്നെ മെല്ലെ തൊട്ടു കാതിൽ ചൊന്നു മണിക്കിന്നാരങ്ങൾ കിനാവിൽ നീ മറന്നു പോയതോ പ്രഭാതമായി ഉണർന്നെണീക്കുവാൻ കണ്ണടച്ചാൽ അത് പാതിരാവ് പുഞ്ചിരിച്ചാൽ പുതുവെണ്ണിലാവ് ആകാശം മൂടുന്ന മേഘങ്ങളെ ആത്മാവേ മിന്നുന്ന താരങ്ങളെ തളിർക്കുമോ കൊഴിഞ്ഞ ജീവിതം പ്രകാശമായി തെളിഞ്ഞു നിൽക്കുമോ കണ്ണിലേതോ കിളിവാതിലില്ലേ വിണ്ണുലകം അതിൻ ചാരയല്ലേ la 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 la
എന്താ ഒറ്റയ്ക്കിരുന്ന പരിപാടി? ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഡിസ്റ്റർബൻസ് ഒന്നുമല്ലല്ലോ. ഞങ്ങൾ കുറെ പ്രോഗ്രാംസ് ആയിട്ട് ഇറങ്ങിയതാ. കുറെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോണായിരുന്നു, ഷോപ്പിംഗും ഉണ്ടായിരുന്നു. പക്ഷേ ബീച്ച് കണ്ടതോടെ നന്ദി സ്റ്റക്കായി. പെട്ടെന്ന് കക്ഷി റൊമാൻറ്റിക് ആയതുപോലെ. അതൊന്നുമല്ല, ഇവിടെ ആകുമ്പോ അധികം കാശ് ചെലവില്ലല്ലോ. പിന്നെ എനിക്ക് 1-2 അർജന്റ് കോൾസ് വരാനുണ്ട്. എവിടെയെങ്കിലും പെട്ടുപോയാൽ റിപ്ലൈ ചെയ്യാൻ പോലും പാടാ. ഇതൊക്കെ ആശാന്റെ ഒരു നമ്പർ ആട്ടോ നിമ്മി. നിമ്മി ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? എനി ഡിസ്കഷൻസ്? അല്ല, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോ കാർ എടുത്ത് നേരിങ്ങ് പോന്നതാ. എക്സ്ക്യൂസ് മീ. ഞാൻ വേദനിപ്പിച്ചോ നിമ്മി? ഇല്ല, നമുക്ക് വെറുതെ നടക്കാം. എന്താ നിമ്മി ഇത്? ഇത്ര സൈലന്റ് ആയിട്ട് ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഒറ്റയ്ക്കുള്ള ജീവിതമല്ലേ മായ, അപ്പോ അതിന്റെ ഹാങ് ഓവർ ആയിരിക്കും. ഞങ്ങള് നാളെ കഴിഞ്ഞ് നന്ദന്റെ വീട്ടിൽ പോവാ, കാവാലത്ത്. നിമ്മി വന്നിട്ടുണ്ടോ കുട്ടനാട്ടില്? ഇല്ല. എങ്കിൽ യു മസ്റ്റ് കം. ഇറ്റ്സ് സച്ച് എ നൈസ് പ്ലേസ്. അവിടെ നന്ദന്റെ അച്ഛനും അമ്മയുണ്ട്, കൂടാതെ കസിൻസും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ടാവും. നിമ്മിയും കൂടെ വന്നാ നല്ല രസാവും. ശരിക്കും നല്ല മേളമായിരിക്കും അവിടെ. നിമ്മിക്കും അതൊരു നല്ല ചേഞ്ച് ആയിരിക്കും. ഇപ്പൊ വേണ്ട മായ, ഞാൻ വരാം. പിന്നീട് ഒരിക്കലാവട്ടെ. എനിക്കിത് ഇപ്പൊ തോന്നിയ ഐഡിയ ഒന്നുമല്ല നിമ്മി. ഞാനും നന്ദനും നേരത്തെ ആലോചിച്ചതാ നിമ്മി ഇൻവൈറ്റ് ചെയ്യണോന്ന്. വേണ്ട മായ, എനിക്ക് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ടായി പോയിട്ടാ. ബ്രദർ വരുന്നുണ്ടോ? ഇല്ല. പിന്നെന്താ ഒഫീഷ്യൽ പ്രശ്നം? പേഴ്സണൽ. ഹായ് ഹേമ. ഈയിടെയായി വീട്ടിലോടൊന്നും കാണാനേ ഇല്ലല്ലോ. ഞാൻ ശരത്തിനെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്താ ഹേമ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ശരത്ത് കയറിക്കോളൂ. ശരത്, നിമ്മി അത് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കതറിയാം ശരത്. ആരെങ്കിലും ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് അയഞ്ഞു കൊടുത്താൽ തീരാവുന്നതല്ലേ ഉള്ളൂ ഈ പ്രോബ്ലം ഒക്കെ. കഴിഞ്ഞ ദിവസം നിമ്മിയെ കണ്ടപ്പോ വിജു ഇത് തന്നെയാ സംസാരിച്ചത്. 1-2 ദിവസത്തേക്കുള്ള ഒരു സൗന്ദര്യ പിണക്കം, അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ എല്ലാം കലങ്ങി തെളിയും.
അങ്ങനെ കരുതി. കാത്തിരുന്ന് ദേ ഇപ്പോ 1 വർഷമാകുന്നു. ഞാനും ബിജുവും തമ്മിലുണ്ടാവുന്ന ഇഷ്യൂവോ പ്രശ്നങ്ങളോ വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ വഴക്ക് എത്രമാത്രം സില്ലിയായ ഒരു കാര്യത്തെ കരുതിയാണ്. ഞങ്ങളെക്കാളൊക്കെ പരസ്പരം കെയർ ചെയ്യുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത്. ഞങ്ങളൊക്കെ ഐഡിയലായി കണ്ടിരുന്നത് നിങ്ങളെയാണ്. എന്നിട്ടിപ്പോ നിമ്മിയെ പോലൊരു പെണ്ണിനെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. ശരത്തിന് അത് സാധിച്ചിരുന്നു. നിങ്ങളുടെ ആ സ്നേഹം നിലനിർത്തിക്കൂടെ ശരത്? ഒന്ന് വിളിച്ചുകൂടെ ശരത്? പ്ലീസ്, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. എനിക്ക് മറ്റൊന്നും പറയാനില്ല ശരത്. ഹേമ, ഹായ് നിമ്മി, വാട്ട് എ സർപ്രൈസ്. എന്തേ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാൻ? ഒന്നുമില്ല. എന്റെ ഭക്ഷണകാര്യം കംപ്ലീറ്റ് കോളായി. സർവന്റ് പോയതിന്റെ പ്രശ്നമാണേ. എനിക്കാകെ ചില തട്ടിപ്പ് പരിപാടികളല്ലേ അറിയുള്ളൂ. ഹേമ, നിനക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഡിഷിന്റെ റെസിപ്പി പറഞ്ഞുതരാമോ? അതങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞു തരാൻ പറ്റില്ല മോളെ. നീ ഇങ്ങനെ ശിക്ഷിപ്പെട്, എന്നിട്ട് ആലോചിക്കാം. ഞാൻ വരാം, നിനക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ? ഓ പിന്നെ. സാർ, ചായ. ഇന്ന് ഓണമായിട്ട് സാറ് മാത്രമല്ല വീട്ടിൽ പോകാത്തത്. സാർ, ഒരു ഫോണുണ്ട്. ആ, ഹലോ. ഹലോ, ശരത്? യെസ്, ഞാനാണ്. ഓണത്തിന് നാട്ടിൽ പോയില്ല അല്ലേ? ഇല്ല. ബിജുവിനെ കണ്ടിരുന്നു ഞാൻ. ബിജു പറഞ്ഞിരുന്നു. എങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ വന്നൂടെ? ഇവിടെ വന്ന് കഴിക്കാൻ ഭക്ഷണം. ശരത്തിന്റെ സങ്കല്പത്തിലെ പോലെയൊന്നും ആവില്ലെങ്കിലും
എന്നെ കൊണ്ടാവുന്നത് പോലെയൊക്കെ ഞാൻ നോക്കാം. കഴിഞ്ഞോണം ഞാൻ കാരണമല്ലേ അങ്ങനെ പോയത്. ഇപ്രാവശ്യം വീണ്ടും നീങ്ങ വാ. വരില്ലേ? വരാം. ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും വരാം. മധുരം ലേശം കുറവുണ്ടല്ലേ പായസത്തിന്? ഏയ് എനിക്കിതാ പാകം. കഴിക്കേ. ഇതാണ് നിന്റെ സങ്കല്പത്തിലുള്ള നീ പറയുന്ന പെണ്ണല്ലേ? എപ്പോഴും നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്ന
കൊടുത്ത് കുളിച്ച് ചന്ദനക്കുറി ഇങ്ങനെ എപ്പോഴും ശാലിനി സുന്ദരിയായിട്ട് അതാ നിനക്കിഷ്ടം? ഏയ്, എനിക്കിഷ്ടം ആ പഴയ നിമിത്തനെയാ. എപ്പോഴും വഴക്കടിക്കുന്ന, ഫെമിനിസം സംസാരിക്കുന്ന, പിന്നെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കാവുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഈ വേഷത്തിൽ സ്റ്റൈലായിട്ടുണ്ട്. പിന്നെന്തിനാ നമ്മൾ പിണങ്ങിയേ? ആ ശരിക്കും നിനക്കറിയില്ല? ശരിക്കും അറിയില്ല. ബിജു, ബിജു, നിമ്മി ഇതുവരെ വിളിച്ചില്ലല്ലോ. വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, നീ ഒന്ന് വിളിച്ചു നോക്ക്. രണ്ടും കൂടെ ഉടക്കി പിരിഞ്ഞോ എന്നെ ദൈവമേ. എന്തായാലും ആക്കിനെന്ന് വിളിച്ച് പറഞ്ഞാ എന്താ? ഫോൺ ഇതവളാ ഹേമ. ക്ലൈമാക്സ് എന്തായിന്ന് അറിയാൻ വിളിക്കുന്നതാ. സ്നേഹമല്ലോ പൂനിലാവ് നീയറിഞ്ഞില്ലേ കുഞ്ഞിത്തന്നൽ നിന്നെ മെല്ലെ തൊട്ടു കാതിൽ ചൊന്നു